ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ 1500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ. ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള, അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും, അത് കൂടാതെ എല്ലാവർക്കും നമസ്കാരം. അടൂരുള്ള ഒലിവിയ ഡിസൈൻസ് അല്ലെങ്കിൽ ഒലിവിയ സിൽക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഏതാണ്ട് ഇൻസ്റ്റാ പേജിൽ 4 ലക്ഷത്തിന് എബോവ് ഫോളോവേഴ്സ് ഉണ്ട്. വൺ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവര് ഈ സ്ത്രീകൾക്കുള്ള കുർത്തീസ അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ വിറ്റാണ് ഇത്രയും ഫേമസ് ആയത്. അതും ഓൺലൈനിൽ കൊടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഇല്ല. ഡെലിവറി ചാർജ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ വൺ സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടിയത്. അതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെയാണ്. വൺ സീന നല്ലൊരു സ്ഥാപനമായിട്ടാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ ഈ അടൂരുള്ള കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ പോസ്റ്റിന് താഴെ കുറേ പേര് കമൻസും കാര്യങ്ങളായിട്ട് വന്ന് അതിനെ തുടർന്ന് പിന്നെ ആകെ ചളവും കുളവും ഒക്കെ ആയി. എന്തായാലും ഈ പറയുന്ന ടീംസ് ഏതാണ്ട് 25,000 രൂപ അടുപ്പിച്ചാണ് ഈ സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആദ്യം കൺമണി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ അടൂരുള്ള ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള, അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും, അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത്. അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വേറൊന്നുമല്ല, നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. അപ്പൊ കൺമണി അങ്ങും തൊടാതെ ഈ ഷോപ്പിന്റെ പേരും പറഞ്ഞ് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അവരുടെ ആ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് നല്ലതായാലും മോശമായാലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേ തുടർന്ന് എനിക്ക് കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ കൺമണി ഇട്ട് തുടർന്ന് താഴെ വന്ന കുറച്ച് കമന്റ്സിൽ 2-4 ഞാൻ വായിക്കാം. ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക. ദയവ് ചെയ്ത് ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോവല്ലേ. എൻ്റെ എക്സ് ഫോൺ കേടായിപ്പോയി. അത് നന്നാക്കാൻ പറ്റിയാൽ പലതും ഞാൻ തെളിവോടെ അയച്ചു തന്നേനെ. അപ്പോൾ ഒരു സ്ത്രീയുടെ കമൻ്റാണ്. അടുത്ത സ്ത്രീ: ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. ഉഡായിപ്പൊന്നും ചുമ്മാ ഡയലോഗ് മാത്രം ഉള്ളൂ. പെരുമാറ്റത്തിലും കണ്ടാൽ ഇതിലും യോഗ്യത ടെക്സ്റ്റൈൽ ഷോപ്പിലുണ്ട്. ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം ബോധം വേണം. പാവങ്ങൾക്ക് ജോലി കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ക്യാഷ് ഉള്ളവരെയൊക്കെ ആണ് അവിടെ ജോലി ചെയ്യിക്കുന്നത്. അതാ ഒരു കഴിവില്ലാത്തവനാണ്. ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത്. അതുമല്ല, അവളുടെ പെരുമാറ്റം വളരെ മോശമാണ്. എൻ്റെ അമ്മയും ഞാൻ കൂടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. ഒരിക്കലും അത് ഞാൻ മറക്കില്ല. ആരും പോകരുത്. വെളുപ്പ് കറുപ്പ് എന്ന വേർതിരിവുള്ള ഷോപ്പാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന അവളുടെ ഹസ്ബൻഡ് ബയോഡേറ്റ 2 ആണ് വെക്കുന്നത്. ഒന്ന് കറുപ്പ്, മറ്റൊന്ന് വെളുപ്പ്. വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന്. അല്ലാതെ ഉള്ളവരോട് പറയും വിളിക്കാം എന്ന്. ഇതാണ് ഒലിവിയയിലെ ഇന്റർവ്യൂ. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. സിബി ഫ്രോഡാണ്. 10,000 സാലറി പറയും. 20,000 വെച്ച് ഇൻഷുറൻസ് പിടിച്ചിട്ട് 8,000 കയ്യിൽ തരാമെന്ന് പറയും. കിട്ടിയപ്പോൾ 6,000. 8 വർഷം മുൻപുള്ള കഥയാണ്. അന്നത്തെ സ്റ്റാഫും അവരുടെ വീട്ടുകാരും കൈകൂടി ഓഫീസിൽ കയറി തെറി പറഞ്ഞതും തല്ലാൻ പിടിച്ചതൊന്നും സിബി മറന്നു കാണില്ല. ഞാൻ അവരുടെ ഒരു ജോബ് വാക്കൻസി കണ്ടു വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബയോഡേറ്റ അയക്കാൻ. ഞാൻ അയച്ചു കൊടുത്തു. അവരുടെ ഹസ്ബൻഡായിരുന്നു എനിക്ക് റിപ്ലൈ തന്നത്. അയാൾ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മുസ്ലിംസിന് അവിടെ ജോബ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ റീസൺ ചോദിച്ചപ്പോൾ അവർക്ക് മുൻപ് അവിടെ നിന്ന് ഒരു മുസ്ലിം കുട്ടിയിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായി. അതുകൊണ്ട് മുസ്ലിം കാസ്റ്റിലുള്ളവർക്ക് ജോബ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ബട്ട് ഞാൻ അത് വലിയൊരു ഇഷ്യൂ ആക്കാൻ നോക്കിയില്ല. പിന്നെ അയാൾ പറഞ്ഞു വീട്ടിലിരുന്ന് അവരുടെ പ്രോജക്ട്സിൽ വേണമെങ്കിൽ ചെയ്യാൻ. എനിക്ക് തലയ്ക്ക് ഓളമില്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മതത്തെ അധിക്ഷേപിച്ച് അവൻ്റെ കടയിലെ സാധനം വിറ്റ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാതെ നമുക്ക് ചാടിക്കയറി പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇത്രയും വാഗ്ദാനങ്ങളും കാര്യങ്ങളും നൽകുന്ന നമ്മുടെ ഒലിവി
ഒലിവിയ ഡിസൈൻസിലെ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ജോലി ആഗ്രഹിക്കുന്നവരാണോ? കൂടി ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ടെൻഷൻ ഇല്ലാതെ നല്ലൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? 40,000 രൂപ സാലറിയിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഓഫറുമായി ഒലീവിയ. പ്രായപരിധി 28 വയസ്സിന് താഴെയാണ്. ഉറപ്പാണോ 40,000? ഒലീവിയയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് അടൂർ ബൈപ്പാസിനടുത്ത് ഒലീവിയയുടെ ബിൽഡിങ്ങിലായിട്ടാണ്. വേക്കൻസികൾ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ജോബ് എന്ന് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ ശനിയാഴ്ചയും ഒലീവിയയുടെ ഓഫീസിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഒരു ജോലി ആത്ത ഒരു അടിപൊളി ജോബ് ഓഫറുമായി ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ. രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ? ഈ ജോലിക്കായിട്ടുള്ള പ്രായപരിധി 18നും 28 വയസ്സിനും ഇടയിലാണ്. ക്വാളിഫിക്കേഷൻ +2 എബവ് ആണ്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഇതിൽ 3 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ജോലി സമയം വരുന്നത്. ബാക്കിയുള്ള സമയം ഡാൻസും പാട്ടും മറ്റ് ആക്ടിവിറ്റീസുമായി നമുക്ക് അടിച്ചു പൊളിക്കാം. ഇത്രയും ഓഫറുകൾ കൊടുത്താ ദൈവമേ, ആരുടെ ഇത് ജോലി ആഗ്രഹിക്കാതിരിക്കും? 3 മണിക്കൂർ ജോലി, ബാക്കി ഡാൻസും പാട്ടും അടിച്ചു പൊളി. കൊള്ളാമല്ലോ, ഫുഡ് ഫ്രീ, താമസം ഫ്രീ, എല്ലാം ഫ്രീ. ആരാണ് ഈ സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്ന പോലെ ഇത്രയും ഒരു നല്ലൊരു ജോലി ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെ എല്ലാവരും ഇന്റർവ്യൂവിന് എന്തായാലും അറ്റൻഡ് ചെയ്യും, കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ചെയ്യും. അമ്മാതിരി ഓഫറാണ്, നല്ല സാലറിയും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഇത്രയും ആൾക്കാർക്ക് എല്ലാ ആഴ്ചയിലും കയറാൻ പറ്റും ഇല്ല. അപ്പം 1-2 ദിവസം കഴിയുമ്പം നിൽക്കുന്നവർ നിർത്തി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ എല്ലാ ശനിയാഴ്ച ഇന്റർവ്യൂ വയ്ക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇത്രയും നല്ല ഭയങ്കര കിടിലമായിട്ട് ഇത്രയും അവർ ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫുഡ്, താമസം എല്ലാം ഫ്രീ, 3 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് വൻ എന്റർടൈൻമെന്റ് കേസുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് അങ്ങേര് പറയുന്ന ഒരു വോയിസ് ഉണ്ട്, ഈ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു വോയിസ് ഉണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ 1,500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും. കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു, എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ തരുന്നതെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നാളെ മുഴുവൻ ക്യാഷും ജിജി എടുത്ത് ക്ലോസ് ചെയ്ത് 1,500 ഒരു മാസം ഫുഡിന് പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന് പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത് 18 തീയതി. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കൊടുക്കുന്ന പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നാളെ അത് ക്ലോസ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ ശമ്പളത്തിൽ കട്ട് ചെയ്യും. ഒരു ന്യായീകരണവും ഇല്ല, ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം. അടിപൊളി, എന്തോന്നായി ഭീഷണിയാ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ അഡ്വർടൈസ്മെന്റിൽ എന്തിനാണ് ഫുഡ് ഫ്രീ എന്ന് പറഞ്ഞത്? എന്ത് കീരവത്തിനാണ്, എന്ത് കോക്കനട്ടിനാണ് അറിയാൻ പാടില്ലാത്തോണ്ടെങ്കിൽ ചോദിക്കുകയാണ്, എന്തിനാണ് അതിൽ ഫ്രീ എന്ന് പറഞ്ഞത്? എന്നിട്ട് എന്താണ് ഇത് ആൾക്കാരെ വിളിച്ചു വെച്ച് മറ്റേ അടുത്ത പരിപാടി കാണിക്കുന്നത്? എന്തായാലും ഒരു 4 മാസം മുന്നേ നമ്മുടെ മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നിട്ടുള്ള ഒരു മറുനാടൻ ടി വിയിൽ വന്നിട്ടുള്ള ന്യൂസ് ഉണ്ട്, അത് ഞാനൊന്ന് കൊടുക്കാം. നമസ്കാരം. അടൂർ ഒലിവിയ സിൽക്സിൽ സെയിൽസ് ഗേൾ ജോലിക്കെത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് 5 വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ, ബെൻസി ജോൺ, ദേവിക കൃഷ്ണ, ജിഷാമോൾ, ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ്. 50% ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് 12:30 അടൂർ ഒലിവിയ സിൽക്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചത്. 25,000 രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മിയെ ജോലിക്കെടുത്തത്. എന്നാൽ പരിശീലനത്തിന് വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്നറിഞ്ഞ് പ്രതിഷേധിച്ചു. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. വിവരം ഉടൻ തന്നെ ശ്രീലക്ഷ്മി പോലീസിൽ അറിയിച്ചു. സ്ഥലത്ത് വന്ന പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദിക്കുന്ന സമയത്ത് കടയുടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നു. മർദ്ദനമേറ്റ് തനിക്ക് നെഞ്ചിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ടെന്ന് യുവതി പറഞ്ഞു. അതേസമയം ശ്രീലക്ഷ്മിയാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത്. വീടിന്റെ കതക് വലിച്ചടച്ചത് ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ്. 2020 ശമ്പളം ചോദിച്ച 2 ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത കേസിൽ അന്ന് CPM നേതാവ് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അടൂർ ബൈപ്പാസിനടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 1 രാവിലെ 11 ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയെ സ്ത്രീകളടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശയാക്കിയത്. തുടർന്ന് ശ്രീലക്ഷ്മി ഗൂഗിൾ ലൊക്കേഷൻ മുഖേന അടൂർ ഡിവൈഎസ്പി വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. മർദ്ദന സമയത്ത് ഒലിവിയ ഉടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നതായി ശ്രീലക്ഷ്മി. എന്തായാലും കൊള്ളാം, അടിപൊളിയാട്ടാ. എന്തായാലും മറുനാടൻ ടിവിയുടെ ആ ന്യൂസിന് അടിയിൽ വന്നൊരു കമന്റ് ഞാൻ ഒന്ന് വായിക്കാം.
ഇവിടെ ഞാനും ഇൻ്റർവ്യൂവിന് പോയതാണ്. അവിടെ നടക്കുന്നത് ചെറ്റത്തനം തന്നെയാണ്. ഓരോരുത്തരായി ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് മുന്നേ നിന്ന കുട്ടിയോട് ജാതി ചോദിക്കുകയുണ്ടായി. അവൾ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏതാ എന്ന് എടുത്തു ചോദിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് പോലും അവിടെ ജോലി കിട്ടുന്നില്ല. അഥവാ എടുത്താലും പറഞ്ഞ സാലറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഹോസ്റ്റൽ ഫീ ആണെന്നും പറയുന്നു. പക്ഷേ സെലക്ട് ആയാൽ അതും കൊടുക്കണം. ഈ സ്ഥാപനം ഇതിൻ്റെ നടത്തിപ്പുകാരൻ കാണിക്കുന്നത് ശേഷത്തനം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആണ് ഒരു ലാസ്റ്റ് ആ ഒരു കമൻറ്റ്. അതുപോലെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു ന്യൂസും റിലേറ്റ് ചെയ്തിട്ടും. ഈ പറയുന്ന എല്ലാം ഇവരുടെ ഒലിവിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനെതിരെ വൻ സീനാണ് വരുന്നത്. എന്തായാലും അടുത്തൊരു വോയിസ് ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടോ. ഈ പറയുന്ന നടത്തിപ്പുകാരൻ്റെ ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്, ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അടൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ, നിങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ്. ഞങ്ങൾക്ക് അതിൻ്റെ പിടിപാടും കാര്യങ്ങളും ലീഗൽ അഡ്വക്കേറ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിനിയോടും സത്യോടൊക്കെ ചോദിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഡോക്യുമെന്റ്സ് കിട്ടിയോ, അവിടെ എന്താണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത്, ഇതൊക്കെ അവരോട് ചോദിക്കുക. അവർ ചമ്മി പോയതല്ലാതെ ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല. ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്, സിനിയോട് ഞങ്ങളുടെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു 100 പത്രം മേടിച്ച് അത് നിങ്ങൾ എഴുതി കൊടുക്കൂ, ഇതുപോലെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾ എഴുതി കൊടുക്കൂ. അപ്പോൾ ഞാനത് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ലജ്ജിച്ച് നാണം കെട്ട് തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഡോക്യുമെന്റ്സും കൊടുത്തിട്ടില്ല, അവർക്കുള്ള പെൻഡിങ് ക്യാഷും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വക തരികളെ കാണിക്കാൻ വന്നത് നാണം കെട്ട് പോത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാട്ടിൽ ആരും അഹങ്കാരം കാണിക്കാൻ വന്നത് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഏതറ്റം വരെ പോയി അതിനെ പ്രതിരോധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ 1 വർഷം ബോണ്ട് പറഞ്ഞ് 10 ദിവസം ഞാൻ ഈ വോയിസ് ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത വോയിസ് ഇവിടെ താഴെ കൊടുക്കാം. വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ആ കുട്ടി അനുസരിക്കാതെ അഹങ്കാരം കാണിച്ചു പോവുകയും അവസാനം കാശും കിട്ടിയില്ല, ഡോക്യുമെന്റ്സും കിട്ടിയില്ല. അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി അച്ചു അവർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതുമാണ്. അപ്പോൾ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ വിട്ടുവെച്ച് ചെയ്തതിന് മര്യാദകൾ കാണിക്കാൻ പോയാൽ അവരാണ് വെള്ളം കുടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നു, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ റിലേഷനോ ആരും തന്നെ ഫോണിൽ വിളിക്കാൻ പാടില്ല. ആരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. നിങ്ങൾക്കൊരു ജോലി തന്നതിനുപരി നിങ്ങളുടെ ഫ്രണ്ട്സ്, ഭർത്താവ്, സഹോദരങ്ങൾ, ബന്ധുക്കാർ, അയൽക്കാർ, നാട്ടുകാർ, രാഷ്ട്രീയക്കാർ, ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തതാകുന്നു. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതല്ല, ഫോൺ എടുക്കുന്നതല്ല, റിപ്ലൈ കൊടുക്കുന്നതല്ല, ആർക്കും വന്ന് നിങ്ങളെ കാണാനുള്ള അനുവാദവും ഞങ്ങൾ നൽകുന്നതല്ല. അവരുമായിട്ടൊന്നും ഈ സ്ഥാപനത്തിൽ യാതൊരു ബന്ധവുമില്ല. അതാ പറഞ്ഞത്, വേറൊന്നും ജോലി കിട്ടിയില്ല, മറ്റൊരു സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ജോലി കിട്ടില്ല, ഒലിവിയെ കൂടി രക്ഷപ്പെടുന്നവർ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത്. വേറൊരു നിർഗതിയും പരിഗതിയില്ലാത്തവർ മാത്രം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. അവർക്ക് പിന്നെ ഞങ്ങൾ ജോലി ഔദാര്യത്തിൽ കൊടുക്കുമ്പോൾ മറ്റാരും തമ്മിൽ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാമായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ജോലി കൊടുത്ത പേരിൽ അവർ വിളിക്കുന്നത്, ഇവർ വിളിക്കുന്നത്, മറ്റേ വിളിക്കുന്നത്, ഞാൻ ഫോണിലൊന്നും ഞങ്ങൾ അറ്റൻഡ് ചെയ്തില്ല. നിങ്ങളെ അല്ലാത്ത ഒരു ഫോൺ കോൾ പോലും ഞങ്ങൾ എടുക്കത്തില്ല, എടുത്താൽ കട്ട് ചെയ്ത് കളയും. ഒരാൾ പോലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ കാണാനും അനുവദിക്കത്തില്ല. അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്തതാകും. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരോട് കിട്ടിയ ജോലി ആത്മാർത്ഥയോടും സത്യസന്ധയോടും ചെയ്തു പോവുക. ഈ വായിച്ച വോയിസ് ഒത്തിരി നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വളരെ ശ്രദ്ധിച്ച് കെയറിങ്ങോട് കേട്ട് മനസ്സിലാക്കുക. ഇവിടെ ഈ ജോലിയുമായിട്ട് നിങ്ങളുമായിട്ടല്ല, വേറെ ആരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. ആരുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിയമപരമായി ഞങ്ങൾ കോടതിയിൽ പോകും. അത്രമാത്രം. അതിനപ്പുറം ഒന്നും തന്നെയില്ല. അതിന് ഞങ്ങൾക്ക് ലീഗൽ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഉണ്ട്, ഹൈക്കോടതി അഡ്വക്കേറ്റ് ഉണ്ട്, ലോക്കൽ അഡ്വക്കേറ്റ് ഉണ്ട്. 3 പേരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാശ് മുടക്കി പണം പ്രതാപം ഉണ്ടെങ്കിൽ എന്ത് കാണും, ആരും കാണും, എല്ലാവരും കാണും. എന്താ CBSE സ്കൂൾ, അവിടെ പോലും ഇത്ര സ്ട്രിക്റ്റ് ഇല്ലല്ലോ. ബോണ്ട് കൊള്ളാമല്ലോ. ഫ്രീ ഫുഡ്, ഫ്രീ താമസം, 3 മണിക്ക് ജോലി, ഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നടക്കുന്ന CBSE സ്കൂളിനെക്കാളും സ്ട്രിക്റ്റിന്റെ കേസ് മാത്രമല്ല, ഫുള്ള് ടൈപ്പാണ് നടക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വീണ്ടും നീണ്ടു പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം കേട്ടോ. സത്യം സീരിയസിൽ പറയാം, ഇതൊക്കെ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്. ഇതിനൊക്കെ എതിരെ തക്കതായ നിയമ നടപടികൾ എടുക്കണം. അവിടെ നിന്ന് ദുരനുഭവമുള്ള ഓരോ സ്ത്രീകളും നിങ്ങൾ ഒരുമിച്ച് കൂടി എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ വശത്തോട്ട് പോവുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ കിടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് ദുരനുഭവം ഉള്ളവരും നേരത്തെ അനുഭവം ഉണ്ടായവരൊക്കെ ആയിട്ട് നിങ്ങൾ തെളിവ് സഹിതം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായി നീങ്ങുക. നിയമത്തിൽ ഈ പറയുന്ന പോലെ പണവും പ്രതാപത്തിനും അപ്പുറത്ത് സത്യം, നീതി, ന്യായം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെപ്പോഴായാലും ഓപ്പണായിട്ട് നമുക്ക് നമ്മുടെ സൈഡിൽ ന്യായമാണെങ്കിൽ അത് ഉറപ്പായിട്ട് കിട്ടത്തന്നെ ചെയ്യും. എന്തായാലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോവുക. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. നിങ്ങൾ അവിടെ ദുരനുഭവം ഉണ്ടായവർക്കേ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.